ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഇറാൻ സൈനിക സംഘർഷത്തിന് അയവ് വരുത്താനായി ഇറാൻ സമർപ്പിച്ച 10 സമാധാന പദ്ധതി ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ടെഹ്റാൻ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ കേവലം ഒരു വെടിനിർത്തൽ കരാറിനപ്പുറം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സ്വാധീനത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്നവയാണ്. ട്രംപിന്റെ അങ്ങേയറ്റത്തെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടിയായാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. പരസ്പരം ആക്രമിക്കില്ലെന്ന ഉറപ്പാണ് ഇറാന്റെ പദ്ധതിയിലെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ വ്യവസ്ഥ. അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ പരമാധികാരത്തെ മാനിക്കണമെന്നും തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. തുടർച്ചയായ ബോംബാക്രമണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാതെ ചർച്ചകൾക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണിത്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് തന്നെയായിരിക്കണം എന്ന വ്യവസ്ഥയാണ് രണ്ടാമത്തേത്. ലോകത്തിലെ എണ്ണ നീക്കത്തിന്റെ ജീവനാഡിയായ ഈ ജലപാത തങ്ങളുടെ അധികാര പരിധിയിലാണെന്ന് ഉറപ്പിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നു. നിലവിൽ അമേരിക്കൻ നാവികസേന ഉയർത്തുന്ന ഭീഷണികൾ ഒഴിവാക്കി മേഖലയിലെ ഏകപക്ഷീയമായ അധികാരം കൈക്കലാക്കുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം അംഗീകരിക്കണമെന്നത് അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ വഴങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ്. ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നാരോപിച്ചാണ് അമേരിക്ക ഉപരോധങ്ങൾ കടുപ്പിച്ചത്. എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇറാന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രാഥമിക ഉപരോധങ്ങളും പിൻവലിക്കണമെന്നതാണ് നാലാമത്തെയും അഞ്ചാമത്തെയും പോയിന്റുകൾ. അമേരിക്ക നേരിട്ട് ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും മറ്റ് രാജ്യങ്ങളെ ഇറാനുമായി വ്യാപാരം നടത്തുന്നതിൽ നിന്ന് തടയുന്ന സെക്കൻഡറി ഉപരോധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സാമ്പത്തികമായി തന്നെ തകർന്നു നിൽക്കുന്ന ഇറാന് ശ്വാസം വിടാൻ ഈ ഉപരോധങ്ങൾ നീങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലും ബോർഡ് ഓഫ് ഗവേണൻസും പാസാക്കിയ എല്ലാ പ്രമേയങ്ങളും റദ്ദാക്കണമെന്ന ആവശ്യവും 10 പദ്ധതിയിലുണ്ട്. ഇറാന്റെ ആണവ പരിപാടികൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടെ ഇറാന്റെ വിദേശ ഇടപാടുകൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം തിരികെ ലഭിക്കും. യുദ്ധം മൂലം രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം നൽകണമെന്ന കടുത്ത നിർദ്ദേശമാണ് 8ാമത്തേത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കും എണ്ണ വ്യവസായത്തിനും സംഭവിച്ച തകർച്ച പരിഹരിക്കാൻ വലിയൊരു തുക അമേരിക്ക നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പ്രയാസമുള്ളതും എന്നാൽ ഇറാൻ തങ്ങളുടെ ആത്മാഭിമാനമായി കാണുന്നതുമായ വ്യവസ്ഥയാണ്. മേഖലയിൽ നിന്നുള്ള US സൈനിക പിന്മാറ്റം എന്ന 9ാമത്തെ ആവശ്യം പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെ ആകെ മാറ്റുന്ന ഒന്നാണ്. ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന ഇറാനിയൻ നിലപാടിന്റെ തുടർച്ചയാണിത്. യുദ്ധം എല്ലാ മുന്നണികളിലും അവസാനിപ്പിക്കണമെന്നതാണ് അവസാനത്തെ വ്യവസ്ഥ. ഇതിൽ ലെബനൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സംഘർഷങ്ങളും ഉൾപ്പെടുന്നു. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ മേഖലയിലെ തന്റെ സ്വാധീന ശക്തികളെ സംരക്ഷിക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. ഇത്ര കടുത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടും ട്രംപ് ഇതിനെ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന നിർദ്ദേശം എന്ന് വിളിച്ചത് ആശ്ചര്യകരമാണ്. ഇറാന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിലും ചർച്ചകൾക്ക് ഒരു തുടക്കമെന്ന നിലയിൽ ഇതിനെ വൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലയളവിൽ ഈ 10 പദ്ധതിയിലെ ഓരോ പോയിന്റും ഇഴകീറി പരിശോധിക്കപ്പെടും. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായിരിക്കും.